ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രതാപന്റെ സിംഹാസനം ഞാൻ നിനക്ക് തന്നാലോ? സിംഹാസനം എന്ന് പറഞ്ഞ അത് തന്നെ. മന്ത്രി കസേര? അതെ. ചക്കയ്ക്കൊത്ത ശങ്കരൻ തന്നെ. ഇവന് ചേർന്നൊരു ഭാര്യയാ ദൈവം ഇവന് കൊടുത്തത്. പാവങ്ങളായൊരു നവദമ്പതികള്. ഇവനെ എന്നെ പോലെ അല്ലാത്തൊരു രാഷ്ട്രീയക്കാരനാക്കിയാ മതി. പെട്ടെന്ന് സകല അഭ്യാസങ്ങളും പഠിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. അവന് പിറന്നാൾ സമ്മാനമായിട്ട് പുതിയ കാറ്. എന്റെ പിറന്നാളിനെ ഒരു നാരങ്ങ മിഠായി പോലും സമ്മാനമായിട്ട് തന്നിട്ടില്ല. അവനൊരു ഡ്രൈവറിന്റെ മകൻ, വെറും 7ാം കൂലി. ഞാൻ ഇവരുടെ മരുമകനാ, അത് മനസ്സിലാക്കണം. നീ മരുമകനാണെന്ന് പേരിന് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ മരുമകൻ അവനല്ലേ. മകളെ കെട്ടിയാൾ. ഇനി പ്രതാപന്റെ മരുമകനാണെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. വെറും അനന്തരവൻ. നിനക്കായേ അവനൊരു മകളെ സൃഷ്ടിച്ചിരുന്നു. ഈ കാണുന്ന സ്വത്തും. മകളെ രാജു എന്നൊരു കാക്ക വന്ന് കൊത്തിക്കൊണ്ടുപോയി. ഇനി സ്വത്തുണ്ട്. അതും അവൻ കൊണ്ടുപോകുന്നതിന് മുൻപ് ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കളിക്കാൻ നോക്ക്. എന്നാ നിനക്ക് രക്ഷപ്പെടാം. ഞാനൊരു കാര്യം പറയുമ്പോ അമ്മ മറ്റൊരു കാര്യം പറയല്ലേ. ദേമേ, എന്റെ മുമ്പിൽ വെച്ച് അവന് പ്രസന്റ് ആയിട്ട് കാറ് കൊടുത്തത് എന്നെ ഇൻസൾട്ട് ചെയ്തതിന് തുല്യമല്ലേ? എന്താ സംശയം? നിന്നെ അവരൊരു മുഖവലയ്ക്കും എടുത്തിട്ടില്ല. വല്ലാത്ത അവജ്ഞയാ എന്റെ ആങ്ങളമാർക്ക് നിന്നോട്. നീ ഇങ്ങനെ പാനിക് ആവല്ലേ. ഞാൻ എങ്ങനെ പാനിക്കാവാതിരിക്കും? കൂരുമ്പക്കാവിൽ ഉത്സവം 10 ദിവസാ. കുട്ടിക്കാലത്ത് ഒരു കളിപ്പാട്ടം പോലും ഈ അമ്മാമൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. ഇന്നലെ കണ്ട ഒരു അലവലാതിക്ക് കാറ്. അമ്മാവന്മാര് വാങ്ങി തന്നില്ലെങ്കിലേ നിനക്കെന്താ? ഞാൻ വാങ്ങി തന്നിട്ടില്ലേ നിനക്കിഷ്ടമുള്ളതൊക്കെ. അമ്മാവന്മാര് പോവാൻ പറയടാ. ദേ നോക്ക്, കുട്ടിക്കാലം മുതല് നീ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നിന്റെ അമ്മയായ ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ നീ എന്തിനു വിഷമിക്കുന്നു? ഈ അമ്മാവന്മാരെയൊക്കെ നീ മിത്രങ്ങളായി കരുതുന്നത് കൊണ്ടാ ഈ വിഷമങ്ങളൊക്കെ. അവരെ നമ്മുടെ ശത്രുക്കളായിട്ടൊന്ന് സങ്കല്പിച്ചേ. അങ്ങനെ കരുതുമ്പോഴേ നിന്റെ സങ്കടം അപ്പാടെ മാറിക്കിട്ടും. നീ ഒന്ന് ചിരിച്ചേടാ. എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. പ്രതാപൻ ഇതുവരെ നിനക്ക് പിറന്നാൾ സമ്മാനം തന്നിട്ടില്ല. അതെനിക്കും അറിയാം. അതിന് പ്രതികാരമായി പ്രതാപന്റെ സിംഹാസനം ഞാൻ നിനക്ക് തന്നാലോ? സിംഹാസനം എന്ന് പറഞ്ഞ അത് തന്നെ. മന്ത്രി കസേര? അതെ. അവന്റെ അകാല മരണത്തോടെ ഒഴിവാകുന്ന സീറ്റിൽ മത്സരിച്ച് ജയിച്ച് നിനക്കൊരു മന്ത്രി ആയാൽ എന്താണെന്ന്. അമ്മേ, സത്യമാണോ പറയുന്നേ? അംബികാവർമ്മ ഇത്തരം കാര്യങ്ങളിൽ നുണ പറയാറില്ല. ഞാൻ മന്ത്രി, എനിക്ക് പറ്റിയ പ്രൊഫഷൻ. അഴിമതികളുടെ പേരും മഴയായിരിക്കും. 5 കൊല്ലം ഞാൻ ഭരിക്കും. കാശ് വാരി കൂട്ടി ഞാനൊരു കോടീശ്വരനായി വല്ല ലണ്ടനിലേക്കും പോകും. ലണ്ടനും ലഡാക്കും ഒക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അവിടെ ഭക്ഷണത്തിന് സമയമായി. അതുകൊണ്ട് നമുക്ക് ചെന്ന്
ആ രാജുവിന്റെയും ഋതികയുടെയും സമാധാനം കളയാം. ഉം, നീ വാ. ചേച്ചി കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതെന്താ ബർത്ത്ഡേക്കാരൻ ഇങ്ങനെ നാണം കുണിയിരിക്കുന്നത്? ഇന്ന് രാജു അവിടുത്തെ VIP. പിറന്നാളുകാരന് വേണ്ടി ഉണ്ടാക്കിയ ഫുഡാ ഇന്ന് നമ്മളെല്ലാവരും കഴിക്കാൻ പോകുന്നത്. അല്ലേ അമ്മി? അങ്ങനെയല്ലേ? അതെ ഏട്ടാ. ഋതികെ, അച്ഛാ, നിന്റെ ഭർത്താവിനെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. രാജു പ്രതാപന്റെ PA ആണെന്നുള്ളത് വേറെ. നീ ഋതുമോളുടെ ഭർത്താവാ. അതായത് ഇവിടത്തെ മരുമകൻ. ഞങ്ങക്ക് നീ മോൻ തന്നെയാ. ആ, രാജുവിന് കാറ് വേണ്ടാന്ന് പറഞ്ഞത് സത്യമായിട്ടാണോ? കാറ് വേണ്ടത് രാജു പറഞ്ഞില്ലല്ലോ. ബൈക്ക് ഇഷ്ടമാണെന്നാ പറഞ്ഞേ. കാറ് രാജു കൊണ്ടുപോകും. ഈ ഋതുമോളുടെ കയ്യിൽ ഏട്ടൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇവിടെ എത്രയോ കാറ് വെറുതെ കിടക്കുന്നു. ഈ കാറ് ഇടയ്ക്കെടുത്ത് ഓടിച്ചില്ലെങ്കിലേ അതിന്റെ എഞ്ചിൻ കേടായി പോവും. അതുകൊണ്ട് പറഞ്ഞതാ. അതമ്മ പറഞ്ഞ ശരിയാ. ഒരു ഡ്രൈവറുടെ മകനല്ലേ രാജു? ചെറുപ്രായം മുതൽ ബൈക്കും കാറും ഒക്കെ ഓട്ടിക്കുന്ന രാജു. അവനെ ആരും വണ്ടിയുടെ കാര്യമൊന്നും പഠിപ്പിക്കണ്ട. അല്ല രാജു, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കാർ ഷെഡ് ഉണ്ടോ? ഇല്ല. എന്നാലേ വേഗം ഒരു കാർ ഷെഡ് പണിയിപ്പിച്ചു തരാം. കാർ ഷെഡൊന്നും വേണ്ട മേഡം. അതൊരു വാടക വീടാ. ഓ, രാജുവും കുടുംബവും പലിശക്കാരി രുക്മിണിയുടെ വാടക വീട്ടിലാ താമസിക്കുന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. അമ്പി അല്ലെങ്കിലും പല കാര്യങ്ങളും മറന്നുപോകും. മറന്നുപോയ ചില കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ഓർമ്മിപ്പിക്കട്ടെ. അല്ല, വെറുതെ ഒരു രസത്തിനെ. ഞാനത് ചെയ്യില്ലെന്ന് അമ്പിയയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം അമ്പികയുടെ സംസ്കാരം അല്ലല്ലോ എന്റേത്. സ്വന്തം കണ്ണുകളിൽ വലിയ തടിയിരിക്കുമ്പോഴേ കണ്ടവന്റെ കണ്ണിലെ കരട് അന്വേഷിക്കരുത്. അകലേ നോവിനാ